ബുൾഡോസർ രാജിനെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ ബുൾഡോസർ രാജ് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ കർശന മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്ന് വന്ന വാർത്ത, ഉത്തർപ്രദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന, അല്ലെങ്കിൽ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന 7 ജില്ലകളിലെ 200-ലേറെ മദ്രസകൾ, പിന്നെ 30ഓളം പള്ളികൾ, അത് കണക്ക് നിരവധി മതസ്ഥാപനങ്ങൾ, മുസ്ലിം മതസ്ഥാപനങ്ങൾ ഉത്തർപ്രദേശ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു എന്നുള്ളതാണ്. അത് നിരവധി ദേശീയ മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിഷയമാണ് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കുന്നത്. ജിംസ്, സുപ്രീം കോടതി നൽകിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്കെല്ലാം അറിയാം. അതിപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരിടക്കാലത്തേക്ക് ഈ ബുൾഡോസർ രാജിനൊരു ശമനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ദേശീയത കണക്കുള്ള വാദം ഉയർത്തിക്കൊണ്ട് രാജ്യമല്ല പഹൽഗാം അറ്റാക്കൊക്കെ നടക്കുന്ന സമയത്ത് ഇത്തരം ഒരു ബുൾഡോസർ രാജ് നടക്കുന്നതിൽ നമ്മളതൊരു വലിയ വാർത്തയായിട്ട് പോലും കാണുന്നില്ല. അവിടെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ദേശീയ മാധ്യമങ്ങളൊന്നും വാർത്ത ചെയ്തിട്ടുള്ളത്. അത് വെച്ചാൽ ചെറിയ ഡ്രൈവ് അല്ല നടന്നിട്ടുള്ളത്, വലിയ ഡ്രൈവാണ്. 300 മദ്രസകളും മദ്രസകളും അതിലെല്ലാം മദ്രസകൾ, പള്ളികൾ, ഈദ്ഗാഹ്, മക്ബറകൾ. അപ്പോൾ അത് ടാർഗറ്റ് വ്യക്തമാണ്, എന്താണ് ചെയ്യുന്നുള്ളത് ടാർഗറ്റ് വ്യക്തമാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് UP സർക്കാർ പറയുന്നത് ഇത് നേപ്പാൾ ബോർഡറിലാണ്. അപ്പോൾ നേപ്പാൾ ബോർഡറിൽ ഇങ്ങനെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് സെക്യൂരിറ്റി ബ്രീച്ചാണെന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ നേപ്പാൾ ബോർഡർ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഫ്രോണ്ടിയർ ഒന്നുമല്ല. ഇന്ത്യൻ നേപ്പാൾ തമ്മിൽ അങ്ങനെ യുദ്ധത്തിലൊന്നുമല്ല. എന്ന് മാത്രമല്ല, ഇന്ത്യൻ നേപ്പാൾ തമ്മിൽ ഈ അതിർത്തിയിലൂടെ സാധാരണ നോർമലായിട്ടുള്ള സഞ്ചാരമുണ്ട്. നമുക്ക് പാസ്പോർട്ടുമായിട്ട് ആ രാജ്യത്തേക്ക് പോകാം, വിസ പോലും ആവശ്യമില്ല. അപ്പോൾ അത്രമാത്രം ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ്. ഒരു ഫ്രോണ്ടിയർ ആവും. സുരക്ഷാ പ്രശ്നം എന്നുള്ളത് വെറുതെ പറയുന്നതാണ്. രണ്ടാമത്, ഇത് സർക്കാർ ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങളാണ്. ഇതിനു മുമ്പ് പൊളിച്ച കാര്യങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇത് അനധികൃത കയ്യേറ്റ ഭൂമിയാണെന്നാണ്. അപ്പോൾ അതാണ് സുപ്രീം കോടതിയിൽ അന്ന് കേസായിട്ട് വന്നത്. സുപ്രീം കോടതി പ്രശ്നം എന്ന് വെച്ചപ്പോൾ ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദം സുപ്രീം കോടതി ഉപയോഗിക്കാൻ പറ്റില്ല. സുപ്രീം കോടതി കേസ് ബൈ കേസായിട്ടാണ് അതിനെ പരിഗണിക്കുക. അപ്പോൾ ഇങ്ങനെ കുറേയധികം ഹർജികൾ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഒന്നായി കണ്ടുകൊണ്ട്, ഒരേ സ്വഭാവമുള്ള ഹർജികൾ ഒന്നായി കണ്ടുകൊണ്ട് അതിനൊരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ആണെങ്കിൽ അതങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? 15 ദിവസം മുമ്പ് എന്ത് വേണം? നോട്ടീസ് കൊടുക്കണം. അതുപോലെ തെറ്റായിട്ടാണ് പൊളിക്കുന്നതെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതിയും കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അപ്പോൾ ഇതെല്ലാം സർക്കാർ ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങളാണ് എന്ന് പറയുന്നു. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2001 മുതൽ 2011 വരെ 10 വർഷം ഈ പറയുന്ന നേപ്പാൾ ബോർഡറിൽ ഏതാണ്ട് 300 മതസ്ഥാപനങ്ങൾ, എസ്പെഷ്യലി മുസ്ലിം മതസ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടായി എന്നൊരു റിപ്പോർട്ട് UP സർക്കാരിൻ്റെ കയ്യിലുണ്ട്. വർധന ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇത് 1100ഓളം ഗ്രാമങ്ങളിലായി 1300ഓളം സ്ട്രക്ചറുകളാണ് നിലവിലുള്ളത് എന്നാണ് കണ്ടെത്തുന്നത്. സ്ട്രക്ചർ എന്ന് വെച്ചപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു പള്ളിയോ മദ്രസയോ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ആനുപാതികമായി നോക്കുകയാണെങ്കിൽ പോലും ഈ 1300ഓളം ഗ്രാമങ്ങളിൽ 1100ഓളം സ്ട്രക്ചറേ ഉള്ളൂ. അതായത് എല്ലാ ഗ്രാമങ്ങളിലും പള്ളിയില്ല, എല്ലാ ഗ്രാമങ്ങളിലും മദ്രസയില്ല, എല്ലാ ഗ്രാമങ്ങളിലും ഈദ്ഗാഹോ ദർഗയോ ഇല്ല എന്നാണ് അതിനർത്ഥം. പക്ഷേ ഇത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നൊരു റിപ്പോർട്ടാണ്. അലാമിംഗ് ആയിട്ടുള്ള നേപ്പാൾ ബോർഡറിൽ നുഴഞ്ഞുകയറ്റം. നേപ്പാൾ ബോർഡറിൽ ആക്ച്വലി നുഴഞ്ഞുകയറ്റമല്ല നടക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള പ്രധാനപ്പെട്ട ഈ മയക്കുമരുന്ന് റൂട്ടും അതുപോലെ കള്ളനോട്ട് പ്രധാനമായിട്ട് വരുന്നത് നേപ്പാൾ ബോർഡറിലാണ്. അത് തടയാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ സെക്യൂരിറ്റി കർശനമാക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അവിടെ ഗ്രാമങ്ങളിലുള്ള നാട്ടുകാരുടെ പള്ളിയും മദ്രസ ഇടിച്ചു കളയാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു വൈൽഡ് ഗസ്സാണ്, ഈ ഗൈഡ് ലൈൻ വിധി പുറപ്പെടുവിച്ച ജഡ്ജി ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. അപ്പോൾ ആ ജഡ്ജി ചീഫ് ജസ്റ്റിസായി വരുന്ന തൊട്ടുടനെയാണ് ഈ ഡെമോളിഷൻ നടക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 2, ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അത് സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽ വന്നാൽ പോലും സുപ്രീം കോടതി സുമോട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ ഇനി ഹർജിക്കാർ, ഇപ്പോൾ UP നിന്നുള്ള ആരെങ്കിലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് സുപ്രീം കോടതി സമീപിച്ചാൽ പോലും സുപ്രീം കോടതിയിൽ എന്താ ചെയ്യാൻ കഴിയുക? പരമാവധി കേസ് ബൈ കേസായിട്ട് അത് പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കേസിലും ഇപ്പോൾ 100-300 സ്ട്രക്ചർ പൊളിച്ചു, ഓരോ കേസും സുപ്രീം കോടതി എടുത്ത് പരിഗണിക്കുക എന്നുള്ളത് ഹിമാലയൻ ടാസ്ക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സുപ്രീം കോടതിക്ക് അവർ ചെയ്യാവുന്നതിൻ്റെ പരമാവധിയാണ് ചെയ്യുന്നത്. വളരെ വിവേചനപരമായ എക്സിക്യൂട്ടീവിൻ്റെ ഒരു നടപടിയെ ചൂണ്ടിക്കാട്ടുകയും അതങ്ങനെ ചെയ്യരുതെന്ന് പറയും, അതിന് ഡയറക്റ്റീവ്സ് കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. പക്ഷേ സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായിരിക്കും, നാട്ടിൽ നിയമം ഉണ്ടായിരിക്കെ അത് നടപ്പാക്കേണ്ടത് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ഒരു മൈറ്റി പവറുണ്ട്. അത് നിയമപരമായി തന്നെ അർത്ഥത്തിൽ ജനവിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാണ്, നിയമപരമായി തന്നെ. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, ആ നിയമത്തിൻ്റെ ലക്ഷ്യം ഒന്നായിരിക്കും, പക്ഷേ എക്സിക്യൂട്ടീവ് അതിനെ ഉപയോഗിക്കുക മറ്റൊരു രീതിയിലായിരിക്കും. അത് പിന്നെ കോടതി ചൂണ്ടിക്കാട്ടിയാൽ പോലും കോടതിയിൽ എക്സിക്യൂട്ടീവിന് രക്ഷപ്പെടാനുള്ള ഒരുപാട് ലൂപ്പ് ഹോൾസ് ഈ നിയമത്തിൽ തന്നെയുണ്ട്.
നമ്മുടെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വന നിയമങ്ങളാണ്. അതുപോലെയാണ് ഈ കാര്യത്തിലും. ഇത് വളരെ കമ്മ്യൂണലായി പെരുമാറുന്ന, കമ്മ്യൂണലായി മാത്രം കാര്യങ്ങളെ കാണുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുക, ഒരു സർക്കാർ ഉണ്ടാവുക. ആ സർക്കാരിൻ്റെ കയ്യിൽ വളരെ നല്ലൊരു നിയമം കിട്ടിയാൽ പോലും അവർക്കത് നേരെ തിരിച്ചുപയോഗിക്കാൻ പറ്റും. സുപ്രീം കോടതിയുടെ ഇടപെടലിന് ഒരു പരിമിതി ഉണ്ടെന്നർത്ഥം. സുപ്രീം കോടതി നിസ്സഹായമായി നോക്കി നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പക്ഷേ പുതിയ ചീഫ് ജസ്റ്റിസ് ഈ സംഭവവികാസങ്ങൾ എങ്ങനെ കാണുന്നു, അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഈ ഹർജി വീണ്ടും വന്നാൽ സുപ്രീം കോടതി എന്ന് പറയുന്നു കാത്തിരുന്ന് കാണും. ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഈ ബുൾഡോസർ രാജ് നടപ്പിലാകുന്നത് എപ്പോഴും മുസ്ലിം സമുദായത്തിന് നേരെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിലിപ്പോൾ കാണാവുന്ന അല്ലെങ്കിൽ കുറച്ച് നാളായിട്ടുള്ള ഇതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ, സാധനങ്ങൾ, ആൾക്കാരെ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റോ പ്രതിഷേധങ്ങളോ ഉണ്ടാകുന്നില്ല. ഇതൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ കൂടിയിട്ട് വന്നു ഭവിച്ചോ? അല്ല, ഇപ്പോൾ ഉണ്ടായ ഡ്രൈവ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അജിംസും സിഗേഷും സംസാരിച്ച ഈ സംഗതി, ഇത് നടക്കുന്നത് ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഈ പറയുന്ന ഇന്ത്യ പാക് സംഘർഷം നടക്കുന്ന ദിവസങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഈ 380ഓളം സ്ട്രക്ചറുകൾ 7 ജില്ലകളിലായിട്ട് തകർക്കുകയാണ്. അതിൽ മഹാഭൂരിപക്ഷം മദ്രസകളാണ്, പിന്നെ മസ്ജിദുകൾ, മസാറുകൾ, ഈദ്ഗാഹുകൾ, ഇതൊക്കെയാണ്. ഇത് ഇപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചു വെച്ചാൽ, ഇത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ല അജിംസെ, ഇതിൻ്റെ മൊത്തം തകർത്തതിൻ്റെ ലിസ്റ്റ് സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. എന്തിനാ അത് ചെയ്തതെന്നറിയോ? ഒന്ന്, ഈ ദിവസങ്ങളിൽ നടക്കുന്ന ആരും അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ തന്നെ സിഗേഷ് ചോദിച്ചാൽ പ്രൊട്ടസ്റ്റ് നടക്കില്ലെന്ന്. നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ യുവന്മാർ ഈ പ്രൊട്ടസ്റ്റുമായിട്ട് വരുന്നതെന്ന് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ മറവിൽ ഈ പരിപാടി നടത്തി. പക്ഷേ യോഗിജിക്കൊരു വൈക്ലഭ്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും ഗംഭീരമായ പരിപാടി നടത്തിയിട്ട് നാട്ടുകാരൊന്നും ഇത് അറിഞ്ഞില്ലല്ലോ. മിത്രങ്ങളിത് അറിഞ്ഞില്ലെങ്കിൽ ഇതിനൊരു വിലയില്ലല്ലോ. മിത്രങ്ങളെ വിചംബ്രതാക്കണ്ടേ, അവരെ കോൾമയിൽ കൊള്ളിക്കാനും അവരുടെ എന്താ പറയുക രോമാഞ്ചം ഉണ്ടാക്കാനും ഇത് നാട്ടുകാരറിയണ്ടേ സിഗേഷ്? 2-3 ദിവസം കൊണ്ട് നമ്മൾ 380 മദ്രസകളും പള്ളികളും അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. അത് നാട്ടുകാർ അറിയിക്കാൻ വേണ്ടി ഇതിനൊരു കൺസോളിഡേറ്റഡ് ഡാറ്റ മാധ്യമങ്ങൾക്ക് UP സർക്കാർ തന്നെ നൽകിയതാണ്. ആ ഡാറ്റ വെച്ചിട്ടാണ് ഇന്നലെ NDTVയും വേറെ ഹിന്ദുസ്ഥാൻ ടൈംസൊക്കെ അതാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം ഇതാണ്. ഈ മോദിജി പാകിസ്ഥാനിൽ അവിടെ പൊളിച്ചു, യോഗിജിയുടെ പൊളിച്ചു. ഇത് നോക്കുക, ഇല്ലീഗൽ സ്ട്രക്ചേഴ്സ് പൊളിക്കാനാണെങ്കിലും അതെങ്ങനെയാണ്? ഒരു മതക്കാർ അങ്ങനെ സംഭവിക്കുമോ? ഒരു മതക്കാർ മാത്രം ഇല്ലീഗൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. പ്രത്യേകിച്ച് പെർസെൻറ്റേജ് നോക്കിയാണെങ്കിൽ UPയിൽ മുസ്ലിങ്ങൾ ഒരു ബിലോ 20% വരുന്നുള്ളൂ. ഇല്ലീഗൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്ന കുറച്ചെങ്കിലും വേറെ ആളുകളുണ്ടാവുമല്ലോ. അതും എന്താണ്? മദ്രസകൾ, മസാറുകൾ, പിന്നെ മസ്ജിദുകൾ. അല്ലാത്തതുകൊണ്ട് കാണുമല്ലോ. ഇത് ഒരു നിശ്ചിത സമയത്തൊരു ഗിവൺ ജിയോഗ്രഫിയിൽ ഇല്ലീഗൽ സ്ട്രക്ചർ പൊളിക്കുക, പക്ഷെ അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റേത് മാത്രമാവുക, അതിലൊരു പ്രശ്നമില്ല എന്ന് അത് നമ്മൾ എന്താണ് അനധികൃത ഇതിനെതിരായിട്ടുള്ള നിയമ നടപടി മാത്രമാണ് എന്ന് യോഗിജി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊക്കെ വിശ്വസിക്കണം എന്നാണല്ലോ പറയുന്നത്. അത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വാർത്ത പുറത്തു വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനൊരു പണിയെടുത്തതിൻ്റെ ഡിവിഡൻറ്റ്, അത് സംഘത്തിനകത്തും ആ ഡിവിഡൻറ്റ് കിട്ടണം, രാഷ്ട്രീയത്തിലും ഡിവിഡൻറ്റ് കിട്ടണം. അതുകൊണ്ട് നാട്ടുകാരെ അറിയിക്കാൻ അദ്ദേഹം തന്നെയാണ് ഇത് നാട്ടുകാരെ അറിയിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാവും എന്ന് നമുക്ക് അത് UP പോലുള്ള സംസ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതാണ് പല ആളുകളും ഇന്നലെ നമ്മളിത് റിപ്പോർട്ട് ചെയ്തപ്പോൾ വളരെ ഉത്തരവാദപ്പെട്ട പല ആളുകൾ എന്നെ വിളിച്ചു, ഇത് ഉള്ളത് തന്നെയാണോ? കാരണം 350ഓളം സ്ട്രക്ചറുകൾ, 200 ചില്ലാൻ മദ്രസകൾ പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ സംഭവമല്ലേ. ഇത്രയും വലിയ സംഭവം നടന്നിട്ട് എന്താ അങ്ങനെ ഇതാകത്തെന്നൊക്കെ ചോദിച്ച് പല ആളുകൾ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് എന്താണെന്ന് വെച്ചാൽ സംശയം തീർക്കാൻ വേണ്ടി ഇതിന് ഇംഗ്ലീഷ് സോഴ്സുകൾ അയച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് സമാധാനം. മലയാളത്തിൽ എനിക്കൊന്ന് മീഡിയ വൺ മാത്രമേ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇതിലെന്താ, ഈ ബുൾഡോസർ ഉപയോഗത്തെക്കുറിച്ച് സുപ്രീം കോടതിയുടെ ഗൈഡ്ലൈൻസ് ഉണ്ട്. ഇത് നേരത്തെ 2021 എനിക്ക് തോന്നുന്നത് ഈ അലഹബാദിലെ ജാവേദ് അഹമ്മദാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ജാവേദ് അഹമ്മദ് അവിടെ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. അന്ന് ഈ നുപുർ ശർമ്മയുടെ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഫൈസാബാദിൽ പ്രതിഷേധ പരിപാടിക്ക് ഇദ്ദേഹം നേതൃത്വം കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം താമസിക്കുന്ന വീട് പൊളിച്ചു കളഞ്ഞു, ബുൾഡോസറിട്ട് പൊളിച്ചു കളഞ്ഞു. ഒന്ന് ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തു. അയാളെ അറസ്റ്റ് ചെയ്ത് നിയമനടപടി സ്വീകരിക്കാം, ഓക്കെ, അയാൾ പബ്ലിക് ഓർഡർ
കുഴപ്പത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെന്താണോ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കണം. നമ്മുടെ നിയമത്തിൽ എവിടെയും ഒരു ഒഫൻസ് ചെയ്ത ആളുടെ വീട് പൊളിക്കാൻ നിയമം അത് നമുക്ക് അയാൾ കുറ്റം ചെയ്തെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും അയാൾ വീട് പൊളിക്കാൻ വല്ല വകുപ്പുണ്ടോ? അയാൾക്ക് സെൻറ്റൻസ് കൊടുക്കാം, ഇത്ര വർഷം. അപ്പോൾ സിഗേഷ് ഒരാളെ കൊന്നുകളെന്ന് വിചാരിക്കുക, സിഗേഷിന് വീട് വിളിക്കാൻ പറ്റും? അത് ആ കൊല മർഡർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒഫൻസിന് എന്താണോ നിയമം പറഞ്ഞിട്ടുള്ള ശിക്ഷ അതേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് വിചാരണ ഒന്നുമില്ല, ആളെ അറസ്റ്റ് ചെയ്ത് രണ്ടാം പക്കം എന്താണ് ബുൾഡോസർ ചെല്ലുകയാണ്. മനോഹരമായ വീടാണ് കേട്ടോ, നല്ല വീടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞു. പക്ഷെ തമാശ എന്ന് വെച്ചാൽ നിയമപരമായ ആ വീട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള വീടാണ്. അതുകൂടെ മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോകുന്നു, ആദ്യമായിട്ട് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോകുന്നു. പുള്ളിക്ക് കോമ്പൻസേഷൻ കൊടുക്കാനൊക്കെ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്, അത് വേറെ വിഷയം. എന്ന് വെച്ചാൽ ഈ ഗൈഡ് ലൈൻസ് ഇതൊന്നും ഗൈഡ് ലൈൻസൊക്കെ ചിലർ ഈ പറയുന്ന ഡ്രൈവിൽ ചിലയിടത്ത് പാലിച്ചിട്ടുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് 15 ദിവസത്തിനുള്ളിൽ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ സംഗതി ഇത് തന്നെയാണ്. ഈ യുദ്ധ സാഹചര്യത്തെ മുൻനിർത്തി ഞാൻ നേരത്തെ പറഞ്ഞ ഡൊമസ്റ്റിക് എനിമി, ആഭ്യന്തര ശത്രുവിനെ കൈകാര്യം ചെയ്യാനുള്ള അതിനുള്ളൊരു സന്ദർഭമായി സമയത്ത് ഉപയോഗിച്ചു. ഞാൻ ആ പണി ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് രാജ്യത്തെങ്ങുമുള്ള കാര്യകർത്താക്കളെയും മിത്രങ്ങളെയും അറിയിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് ഡാറ്റ പുറത്തിറക്കി. മദ്രസകൾക്കെതിരായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ വിറളി നേരത്തെ നമ്മൾ കേട്ടതാണ്. പക്ഷെ അതിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, യോഗി ആദിത്യനാഥിന് മദ്രസകൾ ഇല്ലാതാകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടാകും. അദ്ദേഹം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഈ മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇപ്പോൾ ഉത്തരേന്ത്യയിലുള്ള മദ്രസകളുണ്ടല്ലോ, അത് നമ്മുടെ കേരളത്തിലെ മാതിരിയല്ല കേട്ടോ. ഉത്തരേന്ത്യയിലെ മദ്രസ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടു ഈവനിങ്, ചിലപ്പോൾ പലതും റെസിഡൻഷ്യലായിരിക്കും. സ്കൂൾ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒക്കെ അതിനകത്ത് തന്നെയാണ് കൊടുക്കുക എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്ത വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് പഠിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ തന്നെ കണക്ക് പ്രകാരം വെസ്റ്റ് ബംഗാളിൽ 15% മദ്രസ വിദ്യാർത്ഥികളിൽ 15% നോൺ മുസ്ലിംസാണ്. BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ 10% നോൺ മുസ്ലിംസാണ്. UP-യിലും ഏതാണ്ട് 8 മുതൽ 10% വരെ നോൺ മുസ്ലിംസാണ് മദ്രസകളിൽ പഠിക്കുന്നത്. അതെന്താണെന്നറിയോ? പല പ്രദേശങ്ങളിലും ഈ പറയുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ആളുകൾ ആക്സസബിളായിട്ടുള്ള മദ്രസയായിരിക്കും. അവിടെ പോയാൽ എന്ന് വെച്ചാൽ ഈ പള്ളി കമ്മിറ്റിക്കാരെ കൂടി നടത്തുന്ന പരിപാടികൾ, മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടും. റെസിഡൻഷ്യൽ സ്വഭാവത്തിലുള്ളതാണെങ്കിൽ അവിടെ തന്നെ താമസിക്കാം, രാത്രി ഭക്ഷണം കിട്ടും. മദ്രസ പൂട്ടിയാലും വീട്ടിൽ പോവില്ല. ഇങ്ങനെയൊക്കെയുള്ളതാണ് ഈ മദ്രസകൾ. ഈ സ്വഭാവത്തിലുള്ള മദ്രസകൾ അത് അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ മര്യാദക്ക് സ്കൂൾ ഉണ്ടാക്കിയാൽ മതി. പൊതുവിദ്യാഭ്യാസം അതിന് ഗുണമേന്മ വർദ്ധിപ്പിക്കുകയും സാർവത്രികമാക്കുകയും ആക്സസിബിളാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മദ്രസകൾ പൂട്ടാവുന്നതേ ഉള്ളൂ. അത് സ്വാഭാവികമായും പൂട്ടിപ്പോകും. കാരണം ഇവിടത്തേക്കാൾ നല്ല എഡ്യൂക്കേഷൻ അവിടെ കിട്ടുന്നു, ഇവിടത്തേക്കാൾ നല്ല ഭക്ഷണം അവിടെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇവരാരും ഈ മദ്രസയിൽ പോകില്ലല്ലോ. അപ്പോൾ ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരം, വിദ്യാഭ്യാസ ആ സംവിധാനം അതിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രം മതി. ഈ ബുൾഡോസർ ആക്കണം. ഈ മദ്രസ ഉണ്ടല്ലോ, ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസ, അവിടെ തന്നെ ഇത് നടത്തിക്കോട്ടെ. എന്താ പ്രശ്നം? ഈ ബുൾഡോസർ അയക്കിയത് പൊളിക്കാൻ നല്ല ചിലവുള്ള പരിപാടിയല്ല, ഇതിൻ്റെ ആവശ്യമില്ല. അത് ഏറ്റെടുക്കട്ടെ. അതായത് നിങ്ങൾ രാവിലെ വേണം എന്തെങ്കിലും ഖുർആനും ഒക്കെ പഠിപ്പിച്ചോ, ബാക്കി സമയം നമ്മൾ സ്കൂൾ സിലബസ് പിള്ളേരെ പഠിപ്പിക്കാം, അത് ഞാൻ മാഷന്മാരെ നിശ്ചയിക്കാം എന്ന് യോഗി തീരുമാനിച്ചോട്ടെ. എന്താ കുഴപ്പം? അതൊന്നും ചെയ്യുന്നില്ല. ഇത് എന്താണ്? ഓരോ പ്രദേശത്തും അവിടെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? രജിസ്ട്രേഷൻ ഇല്ലാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം. മദ്രസ ബോർഡിൽ അവിടെ ഔദ്യോഗികമായ സർക്കാരിൻ്റെ കീഴിൽ മദ്രസ ബോർഡുണ്ട്. ആ മദ്രസ ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത മദ്രസകളാണ്. അത് രജിസ്റ്റർ ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ ആ പ്രദേശത്തിനും പ്രത്യേകിച്ച് ഈ നേപ്പാൾ ബോർഡർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റം അവികസിതമായ പ്രദേശങ്ങളാണ്. അത് സഞ്ചരിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. കുറേ ഒരു ഗ്രാമങ്ങളിൽ കുറേ അധികം കുട്ടികളുണ്ട്, അവർക്കൊരു പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. പള്ളി കമ്മിറ്റിക്കാരും മല്ലാക്കന്മാരൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും സംവിധാനം തട്ടിക്കൂട്ടിയെടുക്കും. അവിടെ കുറച്ച് ആളുകൾ പോയി നിസ്സാര തുകക്കാണ് കേട്ടോ, നിസ്സാര ശമ്പളത്തിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും, പിള്ളേർ വരും, പഠിക്കും, എന്തെങ്കിലും അക്ഷരങ്ങളൊക്കെ വായിച്ച് പഠിച്ച് പോകും. ഈ പറയുന്ന അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ ബുൾഡോസർ വെച്ച് തകർക്കുക. ഈ കുട്ടികളോട് വീട്ടിൽ പോയിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ പിള്ളേർ എവിടെ പഠിക്കും ഇനി എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. 200 ചില്ലാൻ മദ്രസകൾ പൊളിച്ചു. ആ പിള്ളേർ എന്ത് ചെയ്യും? ഇത് മുമ്പ് സുപ്രീം കോടതി ചോദിച്ച ചോദ്യമാണ് ഈ മദ്രസകളുമായി ബന്ധപ്പെട്ട കേസിൽ. ഈ മദ്രസ പൊളിക്കലുമായി ബന്ധപ്പെട്ട് സവിശേഷമായ കേസ് സുപ്രീം കോടതി പരിഗണിച്ച് നമ്മൾ ഓർക്കണം.
എന്നിട്ട് ഈ പിള്ളേരോടൊക്കെ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അവരെവിടെ പോകും? ഇതെന്ന് വെച്ചാൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇല്ലീഗൽ സ്ട്രക്ചർ, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, ഇതൊന്നുമല്ല സികേഷ്. ഈ ഈറ, ഈ വെറുപ്പ്, ഈ വിദ്വേഷം തിന്ന്, വിദ്വേഷം കുടിച്ച്, വിദ്വേഷം ശ്വസിച്ച്, വിദ്വേഷം വിസർജിച്ച് അങ്ങനെ മാത്രം നിലനിൽക്കാൻ പറ്റുന്ന ഒരു ആശയവുമായിട്ട് നടക്കുന്ന ആളുകൾ, അവർ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങൾ അവർ വെറുതെ നിൽക്കും, ഇതൊക്കെ ചെയ്തു പോകും. അതിൽ ആത്മരതി കൊള്ളുക, അതിൽ ആനന്ദം കൊള്ളുക എന്നത് ഒരു സംഘത്തിൻ്റെ നിലപാടും ജീവവായുവുമായി കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുക, അതാണ് സംഭവിച്ചിരിക്കുന്നത്.